ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് സേഫായിട്ടിരിക്കുന്നു. ഇപ്പം നാട്ടിൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഒന്നിനൊരു ഉഷാറ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ 2 ദിവസമായി വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ എടുക്കണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ഒരു മൂഡ് അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും വരുന്നില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒട്ടുമില്ല. പക്ഷേ ഞാൻ എന്നെ തന്നെ ഒന്ന് ഓവർകം ഒക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് അങ്ങ് മൂഡ് മാറാമെന്നൊക്കെ പറയില്ലേ, നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതിനെയാണല്ലോ നമ്മൾ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അതായിരിക്കാം പെട്ടെന്ന് തന്നെ മൂഡ് മാറി. പിന്നെ ഒന്നിനും ചെയ്യാനായിട്ടുള്ള ഒരു ഉഷാറും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഞാനതിങ്ങനെ മാറ്റിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാക്കിംഗ് പരിപാടി, പിന്നെ ചെമ്മീനച്ചാർ ഉണ്ടാക്കുന്നുണ്ടമ്മ, ആ ഒരു പരിപാടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പാക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോവാണ്. ശരിക്കും 3-ാം തീയതിയാണ് കോളേജ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ തുറക്കുന്നത് 3-ാം തീയതിയാണ്. ആർദ്ര വരുന്നത് നാളെയാണ്. അതുകൊണ്ട് ഞാൻ നാളെ തന്നെ പോകാമെന്ന് വെച്ചു. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഇത്രയും 2 മാസം അത് പൂട്ടിക്കിടക്കാറുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി നാളെ അതിനായിട്ടൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. പെട്ടെന്ന് തന്നെ പോയി പെട്ടെന്നൊക്കെ യൂണിഫോം ഇട്ട്, അതായത് 2-ാം തീയതി പോയിട്ട് പിറ്റേ ദിവസം രാവിലെ നീറ്റ് യൂണിഫോം ഇട്ട് പോകുമ്പോൾ എനിക്കങ്ങനെയാണ് എന്തോ ഒരു അപാകത പോലെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മളൊരു ദിവസം മുന്നേ ചെന്ന് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റ് ചെയ്ത് അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെ കഴിച്ച് പിറ്റേ ദിവസം സമാധാനത്തോടെ പോകുമ്പോൾ ഒരു ഉഷാറൊക്കെ കിട്ടും. അവിടെ പുറത്താരോ വർത്താനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആട്ടെ. അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വേഗം ചെന്ന് പാക്കൊക്കെ ചെയ്യാം. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് അത്രയും പണിയൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ നാളെ ഇടുന്ന ഡ്രസ്സ്, പിന്നെ കുറച്ച് മേക്കപ്പ്, നാളെ നമ്മൾ പോകുമ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ വേണ്ടി വരുമല്ലോ. മേക്കപ്പല്ല, സ്കിൻ കെയർ ഐറ്റംസൊക്കെ, അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രഷ്, അങ്ങനെയുള്ള സംഭവം നാളെ എന്താണ് ഉപയോഗിക്കേണ്ടത് അത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്കിന്ന് പാക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അനിയും കുറച്ച് സാധനങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവനത് പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓട്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി ഓട്സ് ആയിരിക്കും നമ്മൾ സ്ഥിരം, ഓട്സ് തീരണ വരും. അത് കഴിഞ്ഞ് കഞ്ഞിയാവും. അങ്ങനെയൊക്കെയാണ്. ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താണോ നമുക്ക് എളുപ്പത്തിൽ കഴിച്ചാൽ വിശപ്പ് മാറുന്നത് അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര ആയിട്ട് രാവിലെ പുട്ടും കടലയും വെള്ളയപ്പം മുട്ടക്കറിയും ദോശയും അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടാക്കാറില്ല. രാവിലെ മിക്ക സമയത്തും പഴമായിരിക്കും, പഴയ മുട്ട പുഴുങ്ങിയതും കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചോറ് തന്നെ കഴിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ആ ഒരു ലൈഫിലൂടെ നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, എന്നിട്ട് നമുക്കൊരു പാക്ക് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ 120 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിൽ ഭൂരിഭാഗവും എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ചിലവരൊക്കെ പുതിയ നമ്മുടെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് വന്നവരുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടുമ്പോഴാണല്ലോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷനൊക്കെ എനിക്കങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയി പാക്ക് ചെയ്യാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് തിങ്സ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. ഇങ്ങനെ ചില ഐറ്റംസൊക്കെ ഞാൻ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചു കേട്ടോ. നമ്മൾ തന്നെയാണല്ലോ അവിടെ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്തോ അതാണല്ലോ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഓട്സും പിന്നെ മുളക് പൊടി അങ്ങനെയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇത് കണ്ടോ ആരായി കിടക്കണേന്ന്. ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ മുതൽ ഈ പൂച്ച ഈ കട്ടിലാണ് കേട്ടോ. പിന്നെ മഴയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ വിടാണ്. കട്ടിലങ്ങനെ കിടക്കണ അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ദേ നമ്മുടെ പാക്കിംഗ് പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ പാക്കിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വീട്ടിൽ വരുമ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മുടെ കബോർഡിലൊക്കെ വെക്കും. നമ്മളുടെ സാധനങ്ങൾ എവിടെ ഇരിക്കണം അവിടേക്ക് എടുത്ത് വെക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒന്നേന്ന് പറഞ്ഞ് തപ്പിപ്പിടിച്ച് ഓരോന്നും ഇങ്ങനെ ബാഗിലാക്കി വെക്കുക. അതൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ്, ഞാൻ മാത്രമുള്ളൊരു ഗ്രൂപ്പ് ഞാൻ വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അതായത് ഇങ്ങനെ ടൈപ്പ് ചെയ്തിടും. അപ്പോൾ നമുക്ക് അധികം സാധനങ്ങൾക്കൊന്നും മറക്കാണ്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ മറക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ മറന്നത് ഒരു ചാർജിങ് കേബിളാണ് കേട്ടോ. പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ആലോചിച്ചിട്ടിരുന്നാണ് അതെടുക്കണം എന്നുള്ളത്. പക്ഷെ ആലോചിച്ചപ്പോൾ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇങ്ങനെ തിരക്കായി പോയിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അതവിടെ മറക്കുകയും ചെയ്ത്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിക്കേണ്ടി വന്നു. പക്ഷെ എന്ത് കഷ്ടമാണല്ലേ. അപ്പോൾ അനിയനും ഞാനും കൂടിയും കുറച്ച് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം.
അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് ചെയ്യാം കേട്ടോ. ഉച്ചയ്ക്ക് എന്താണ് ഫുഡിന് കറിയെന്ന് നോക്കാനായിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയിരിക്കുന്നത്. ചെമ്മീനച്ചാർ ഇടാനുള്ള വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനച്ചാർ ഇടുന്ന സമയത്ത് ഞാൻ ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്ത് മീനാണമ്മേ? ഇത് പാമുള്ളൻ എന്ന് പറഞ്ഞ പാമുള്ളൻ എന്ന് പറയുന്ന മീൻ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പാമുള്ളൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതും ചോറും കൂട്ടിയും കഴിക്കാൻ നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. അങ്ങനെ തരുമോ? ഇതാണ് നമ്മുടെ പാമുള്ള മീൻ. ഇത് കരിമീൻ്റെ പോലെയൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണെന്തോ വലുതാണ്. അങ്ങനെ ഒരു സംഭവം. ഈ മീനക്കാരാണാവോ പേരിടണേ ഇല്ലേ? ഇപ്പം ഞാൻ ആദ്യം പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ നല്ല തെളിഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ. ഭയങ്കര വെയിലുമില്ല, എന്നാലും വെയിലുണ്ട്. പക്ഷെ മഴ ഒട്ടുമില്ല, മഴക്കാരൊന്നും ഒട്ടുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മാനം. ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരു ദിവസം മഴയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെയിൽ, പിന്നെ ഒരു ദിവസം മഴ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 2 ദിവസം ഇടവിട്ട് അങ്ങനെയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഡെയിലി പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടാസ്ക് നമുക്ക് കിട്ടാൻ, നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ നല്ല രീതിക്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിലൊരു തോടുണ്ട്, അത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിറയുമ്പോൾ നമുക്ക് പണി കിട്ടും. ആ തോട് നിറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മുറ്റത്തുള്ള വെള്ളമൊക്കെ ആ തോട്ടിലോട്ട് ഒഴുകിപ്പോവും. പക്ഷേ തോട് നിറഞ്ഞു നിൽക്കുമ്പോൾ മുറ്റത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴുകി പോവില്ല. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലോട്ടും പെരയുടെ ഉള്ളിലോട്ടൊക്കെ നമ്മുടെ പെരയുടെ ഉള്ളിലോട്ടൊക്കെ വെള്ളം കയറണം കേട്ടോ. 2018 സമയത്ത് നമ്മുടെ വീട്ടിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ചുറ്റുപാടിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് ഇവിടെയും വെള്ളം കയറും എന്നുള്ള കേട്ടോ. ചേതമംഗലം അല്ലെങ്കിൽ ആലുവ അവിടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ സൺസൈഡ് പൊക്കത്തിൽ വെള്ളം വന്നു? അത്രയൊന്നും സീനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും ഉള്ളിൽ പെരയുടെ അകത്തോട്ടൊക്കെ വെള്ളം കയറി. ഈ വെള്ളം കയറി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കാൻ വരൂലേ, അതാണ് വൺ ടാസ്ക് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് ഈ ചെളിയൊക്കെ പിടിച്ചെടുക്കണമായിരിക്കും. അതും ഭയങ്കര പണിയാണ്. മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടാണ് വെള്ളക്കെട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ? പ്രാർത്ഥിക്കാന്നല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ണ് തുറക്കേണ്ടവർ കണ്ണ് തുറക്കണ്ടേ? നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അപ്പം ചോറും അയ്യോ ഈ മീൻ എന്താ അമ്മ എന്തെന്നായിരുന്നു? മീൻ പല്ലിക്കോരെ പാമ്പുള്ളൻ മീനും ചോറും നമുക്ക് കഴിക്കാം. ചോറ് കഴിഞ്ഞപ്പോൾ അമ്മ ദേ ഇവിടെ ചെമ്മീനച്ചാർ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ചെമ്മീനച്ചാർ എന്ന് പറയുന്നത്. കുറേ സംഭവങ്ങൾ ഇഷ്ടമാണ്, അതിലൊന്നാണ് ഈ ചെമ്മീനച്ചാർ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പായിരുന്നു. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ടോപ്പാണിത്. പക്ഷേ ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിങ്ങനെ പൂട പൊന്ത അല്ലെങ്കിൽ തൊപ്പ് പൊന്ത എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ഒരു സംഭവമാണ് ഇങ്ങനെ മൊത്തം പൊന്തിയേക്കണം കേട്ടോ. നല്ല ക്ലോത്ത് ആയിരുന്നു, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ മീഷോയിലല്ല ആമസോണിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇത് കളയാനായിട്ടുള്ളൊരു ചെറിയൊരു മെഷീൻ ഉണ്ടായിരുന്നു. അതിന് 300 സംതിങ് എന്തോ ഉള്ളൂ വില. അത് ജസ്റ്റ് ഇതിൽ കൂടി ഞാൻ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സംഭവം പോയിട്ട് നല്ല ക്ലീൻ പോലെ ആവുമെന്ന് കണ്ടിട്ടോ. അപ്പോൾ അത് വാങ്ങിക്കണം. കാരണം എനിക്ക് ടോപ്പ് ഞാൻ നാളെ പോകുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് പോക്കറ്റ് മണി തരാൻ വന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും പോകുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മളുടെ ഒരു വേണ്ട അച്ഛൻ എനിക്ക് എന്തായാലും പൈസ തരും, അച്ചാച്ചൻ പിടിച്ചോ എന്നൊക്കെയുള്ള നമ്മൾ പറയുമല്ലോ, അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും എനിക്ക് പൈസ തരും എന്ന് എനിക്കറിയാം. പോക്കറ്റ് മണി കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കറിയാം അതിൻ്റെ വില. എന്തൊക്കെ പറഞ്ഞാലും ഈ ഹോസ്റ്റൽ ലൈഫാണ് കേട്ടോ എനിക്ക് പൈസേൻ്റെ വാല്യൂ മനസ്സിലാക്കി തന്നത്. അതുപോലെ തന്നെ അതെങ്ങനെ മാനേജ് ചെയ്യാം അതൊക്കെ പഠിച്ചത് ഞാൻ ഹോസ്റ്റൽ ലൈഫിൽ നിന്നാണ്. അപ്പോൾ ദേ വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛൻ കുറച്ച് കായ ബജിയും മുളക് ബജിയും വാങ്ങിച്ചിട്ട് വന്നു. അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കായ ബജിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് മുട്ട ബജിയും മുളക് ബജിയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ദേ നമ്മുടെ ചെമ്മീൻ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ചെമ്മീനൊക്കെ കിള്ളിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ അത് വേവിക്കാനിട്ടേക്കാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെമ്മീൻ വേവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് തെള്ളിച്ചെമ്മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയത്, അതും പൊടിച്ചെമ്മീനായിരുന്നു. അപ്പോൾ അത് വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് വറുത്ത് കോരി എടുക്കുമല്ലോ, അപ്പോൾ നല്ല രീതിക്ക് പൊടിഞ്ഞു പോവും. ഇത് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഇതിന് മുമ്പ് ഒരു തവണ ചെമ്മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചൂടൻ ചെമ്മീൻ ഉപയോഗിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അത് നല്ല വലിയ ചെമ്മീനാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുക്കിലും അടിപൊളിയായിരുന്നു, ടേസ്റ്റിലും അടിപൊളിയായിരുന്നു. ഇതിൽ ടേസ്റ്റിൽ അടിപൊളി തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ലുക്കിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, ഉപ്പുമാവ് പോലെ ആയിപ്പോയി ചെമ്മീൻ. അതുകൊണ്ട് ഞാൻ റെസിപ്പിയും കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് ലുക്കിലും കൂടിയും സെറ്റാകുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ 2 ബാഗുകളാണ് നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ളത്.
ഇന്ന് രാത്രി ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ട് വയ്യ. കാരണം അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇല്ല എന്നൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ എനിക്കും ആർദ്രയ്ക്കുമുള്ള ഫുഡ് പൊതിഞ്ഞെടുത്തുകൊണ്ട് പോകാൻ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനുള്ള വല്ല ടെൻഡൻസി വന്നാലോ. എനിക്ക് ഇത് രണ്ടും ഇഷ്ടമുള്ള കാര്യമല്ല, അതായത് ഞാൻ കുടിക്കാറില്ല. പക്ഷേ ഇപ്പോൾ മഴക്കാലമല്ലേ, എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഊറ്റിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടോ. ഞാൻ ഇതുവരെയും കുളിച്ചിട്ടില്ല. 2 മണിക്ക് എനിക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. കണ്ടതിൻ്റെ മുഖമൊക്കെ ഇരിക്കണേണ്ട. എത്രയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ മറന്നുപോയാന്നുള്ളൊരു ടെൻഷനാണ്. ഇവിടെ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകുമ്പോൾ ഒരു കുന്നുണ്ട് സാധനങ്ങൾ. ഇങ്ങോട്ട് ഒരു ബാഗേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. പക്ഷെ പോകുമ്പോൾ 2 ബാഗുണ്ട്. 2 ബാഗ്. ഒരു ബാഗ് നല്ല വലിയ നമ്മുടെ ട്രാവൽ ബാഗില്ലേ, ഞാൻ അങ്ങനെ പറയണമെന്ന് തോന്നുന്നു. ആ ഒരു സംഭവമൊക്കെ ഇതെങ്ങനെ എനിക്ക് അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ ബാഗൊക്കെ ചുമന്നിട്ട് അവിടം വരെ എത്തിക്കുക എന്നുള്ളത്. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഗേജൊക്കെ ടക്ക് എന്ന് വല്ല പറയുമ്പോൾ എങ്ങാനും അവിടെ എത്തണ വല്ല വഴി ഉണ്ടായിരുന്നെങ്കിൽ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബാഗൊക്കെ തോളിലിട്ട് അവിടം വരെ എത്താന്നുള്ളത്. ഒരുപാട് വിദ്യാർത്ഥികളും കുറേ പേരൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഭയങ്കര മടുപ്പ്. നമുക്കപ്പോൾ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ കൊണ്ടുപോകാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒന്നും കൂടി അതൊക്കെ തുറന്ന് നോക്കാം കേട്ടോ. വാട്സപ്പിൽ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിടുമെന്ന്. അതൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതിലൊരു ചാർജർ മാത്രം കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ഞാൻ പിന്നീട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് മറന്നും പോയത്. അപ്പോൾ വേറൊരു സംഭവങ്ങളും സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അച്ഛൻ്റെ ചോറൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക്. എത്ര പെട്ടെന്നാണല്ലേ 2 മാസം കഴിഞ്ഞു. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നതേ ഓർമ്മയുള്ളൂ. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, സാധാരണ നമ്മളിങ്ങനെ അവധിക്കൊക്കെ വരൂലേ, അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു അവധിയാണ് കേട്ടോ. വീട്ടിൽ നിന്നിട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ഒന്ന് എൻജോയ് ചെയ്ത് വന്നപ്പോഴേക്കും വെക്കേഷൻ കഴിഞ്ഞ് പോയ പോലെ തോന്നി. ഇനി എന്തായാലും ബാക്ക് ടു ഹോസ്റ്റൽ ലൈഫ് ആൻഡ് പഠിത്തം, കോളേജ് ലൈഫ്, അതിലോട്ടൊക്കെ പോവാണ്. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്ത് നിൽക്കുന്ന കാഴ്ചയാണിത്. നമുക്ക് പറവൂർ ബസ്സിൽ വേണം പോകാൻ. പറവൂരിൽ നിന്ന് ആലുവ, ആലുവയിൽ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ കോളേജിൻ്റെ അടുത്തോട്ട്. അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. ടോട്ടൽ 4 ബസ് കയറണം. ഇത് കയറുന്നതിനല്ല, ഈ ലഗേജ് അതാണ് സീൻ. അങ്ങനെ നമ്മൾ ആലുവ എത്തിയപ്പോൾ ദേ ആർദ്ര മനോജിനെ കണ്ടു. ഞാനും അവളും കറക്റ്റായിട്ട് ആലുവയിലെത്തി കേട്ടോ. അവൾ വയനാട് നിന്നാണ് വരുന്നത്, ഞാൻ നമ്മുടെ എറണാകുളത്ത് നിന്നാണ് വരുന്നത്, എറണാകുളം വൈപ്പിൻ. പക്ഷെ കറക്റ്റായിട്ടെത്തി. ഇതാണ് നമ്മളുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവിടെ നിന്ന് നമുക്ക് നേരെ നമ്മളുടെ ഹോസ്റ്റലിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തിയപ്പോൾ ഒരു സമാധാനം. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ. ഇവിടെയൊക്കെ വേനെടുക്കുകയാണ് തോളൊക്കെ. പിന്നെ ആർദ്രനെ ആലോചിക്കുമ്പോൾ എനിക്കൊരു സമാധാനം. ആരുടെ അടുത്ത് 3 ബാഗ് ഉണ്ടായിരുന്നു അവൻ്റെ അടുത്ത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, എനിക്ക് ഉള്ള ഒരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് ഞാൻ എടുക്കാൻ മറന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അനുഭവിച്ചു. എൻ്റെ യൂട്യൂബ് സ്റ്റാൻഡാണിത്. ഇപ്പോൾ ഒരു സമാധാനമായി. അപ്പം നമ്മുടെ കുറച്ച് പണികൾ എളുപ്പമാവും. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. അതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഡ്രസ്സൊക്കെ ഒന്ന് കൊട്ടിക്കുടഞ്ഞ് 2ാമത് മടക്കി വെക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആർദ്രമനെ വെച്ച് ഇവിടെ പണിയിലാണ്. 2 മാസം നമ്മളിവിടെ നിന്ന് മാറി നിന്നതിൻ്റെ കോലമാണ് നിങ്ങളീ കാണുന്നത്. ആർദ്ര അവിടെ നിന്നുകൊണ്ട് യൂട്യൂബ് എടുക്കുകയാണ് അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവളിനി ഇതിനായിട്ട് അഡ്ജസ്റ്റായിട്ട് വരണം. വീട്ടിൽ ഓൾറെഡി അഡ്ജസ്റ്റായി, അതുകൊണ്ട് പിന്നെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടോ, കാണിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. നല്ല ഷോക്കാണ്. ഇതൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കി അടിച്ച് തുടച്ച് പരിപാടികളുണ്ട്. അപ്പം ബൈ. നമുക്കിതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് വരാം. ദേ നമ്മുടെ കിച്ചൺ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കിച്ചണിൽ വലിയ സാധനങ്ങളും സാമഗ്രികളും ഒന്നുമില്ല. നമ്മൾ ഈ 3 വർഷമല്ലേ ഇവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ താൽക്കാലികമായിട്ട് വിശപ്പ് തെറ്റാൻ വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.